ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് കുക്കിംഗ് വീഡിയോ ആണ്. നമ്മൾ കുക്കിംഗ് വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത് കോഴിയുടെ ലിവർ എങ്ങനെയാണ് ഫ്രൈ ചെയ്യുന്നതെന്നാണ് ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് ലിവർ നന്നായിട്ട് വാഷ് ചെയ്തെടുക്കുക. എന്നിട്ട് ചെറിയ ചെറിയ പീസുകളായിട്ട് ലിവർ കട്ട് ചെയ്ത് മാറ്റി വെക്കണം. ദെൻ നമ്മൾ രണ്ടാമതായിട്ട് പച്ചമുളക് ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്ത് വെക്കണം. നമ്മൾ കോഴിയുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് വേണം, കോഴിയുടെ ലിവറിൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് വേണം പച്ചമുളകും വെളുത്തുള്ളിയും എടുക്കാൻ വേണ്ടിയിട്ട്. ദെൻ മൂന്നാമതായിട്ട് വെളുത്തുള്ളി ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് വയ്ക്കുക. അതിനുശേഷം നമ്മൾ ഫ്രൈ ചെയ്യാനുള്ള പാത്രം എടുത്ത് ഗ്യാസിൽ വെച്ച് സ്റ്റാർട്ട് ചെയ്യുക. ചെറിയ ചെറിയ പീസായിട്ട് ലിവർ കട്ട് ചെയ്തിട്ട് ഇത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പീസസ് കട്ട് ചെയ്യുവാണ്. ദെൻ അതിന് മുന്നേ നമ്മളിത് മസാല പരത്തി കട്ട് ചെയ്ത് മസാല പരത്തി മാറ്റി വയ്ക്കും. നമ്മൾ മസാലയിൽ ആദ്യം എടുക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. കുരുമുളക് പൊടിയാണ് ഇതിന് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പം ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഉപ്പ് വേണേ, 1 ടീസ്പൂൺ ചിക്കൻ മസാല ഇടുന്നത് കേട്ടോ. എനിക്കൊരു അളവ് അറിയാവുന്നതുകൊണ്ട് ഇങ്ങനെ ഇടുക, നിങ്ങൾ അളന്നിടുക. ഇനി നമ്മൾ നന്നായിട്ട് മസാല മിക്സ് ചെയ്ത് വെക്കണം. ഒരു 15 മിനിറ്റ് വേണം നമ്മൾ മസാല മിക്സ് ചെയ്ത് വെക്കാൻ. അതിനുള്ള പാത്രം വെച്ചു. നമ്മളിവിടെ ഉപയോഗിക്കുന്നത് വെളിച്ചെണ്ണയാണ് കേട്ടോ. നിങ്ങൾക്ക് ഏത് എണ്ണ വേണമെങ്കിലും യൂസ് ചെയ്യാം. നമ്മളിവിടെ എടുക്കുന്നത് വെളിച്ചെണ്ണയാണ്. ഞാൻ പറഞ്ഞു, നമ്മൾ ഓയിൽ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് ഇട്ട് കൊടുക്കണം. നമ്മൾ ലോ ഫ്ലെയിമിൽ വേണം. ഇത് നമുക്ക് ലിവർ ആയതുകൊണ്ട് പൊട്ടിത്തെറിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പം സൂക്ഷിച്ച് വേണം ചെയ്യാൻ. നമ്മൾ രണ്ടാമത് ജിഞ്ചർ ഇട്ട് കൊടുക്കും. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ജസ്റ്റ് ഒരു പച്ചമണം മാറുന്ന വരെ നമ്മൾ ഒന്ന് മൂപ്പിക്കണം. ബാക്കിയുള്ള മസാല വരട്ടിയ ലിവർ ഇട്ട് കൊടുക്കുക. ഇളക്കിയിട്ട് അടച്ച് വെക്കണം കേട്ടോ. പൊട്ടിത്തെറിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ അടച്ച് വെച്ച് വേണം കുക്ക് ചെയ്യാൻ. ഒരു 50 മിനിറ്റ്സ് നമ്മൾ വെയിറ്റ് ചെയ്യണം അടച്ച് വെച്ച്. നമ്മൾ ലിവർ വേകാൻ വേണ്ടിയിട്ട് 15 മിനിറ്റ് വെയിറ്റ് ചെയ്യണം. നമ്മൾ ആ എണ്ണ കിടന്നാണ് ലിവർ വേകുന്നത്. ഓൾറെഡി ലിവറിൽ വെള്ളം ഉള്ളത് കൊണ്ട് അഡീഷണൽ വെള്ളമൊന്നും ആഡ് ചെയ്യണ്ട. ഉള്ള ജ്യൂസ് കിടന്ന് അത് വേകാൻ വേണ്ടിയിട്ട് 15 മിനിറ്റ് വേണം നമ്മൾ വെയിറ്റ് ചെയ്യാൻ. വെള്ളം വറ്റി തുടങ്ങുന്ന സമയത്ത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അടിയിൽ പിടിക്കാതെ ഇളക്കി കൊടുക്കണം നന്നായിട്ട്. ലാസ്റ്റ് വെള്ളം വറ്റിക്കഴിഞ്ഞ് ആ എണ്ണയിൽ കിടന്നിട്ട് അത് ഫ്രൈ ആയി വരണം. നമ്മൾ ലോ ഫ്ലെയിമിൽ ഇത് ക്രിസ്പി ആവാൻ വേണ്ടിയിട്ട്, ക്രിസ്പി ആയിട്ട് കിട്ടണമെങ്കിൽ അങ്ങനെ ക്രിസ്പി ആവണം ആഗ്രഹമുള്ളവർ ലോ ഫ്ലെയിമിൽ ഇങ്ങനെ പതുക്കെ അത് മൂപ്പിച്ചെടുക്കണം. അടിയിൽ പിടിക്കാതെ നോക്കണം, അതേ ഉടയാതെ നോക്കണം. പതുക്കെ വേണം ഇളക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ലിവർ ഏകദേശം പാകമായിട്ടുണ്ട്. അപ്പോൾ അവസാനം നമ്മൾ എടുക്കുന്നതിന് മുന്നേ ആയിട്ട് അത്യാവശ്യം ശകലം പേപ്പറും കൂടെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കും. നമ്മൾ ഓൾറെഡി ലിവർ വെന്ത് കഴിഞ്ഞിട്ട് ബാക്കി ഓയിലിൽ വേണം, ലോ ഫ്ലെയിമിലിട്ട് വേണം ലിവർ ഫ്രൈ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ആ ഓയിൽ നമ്മൾ ആദ്യം ഒഴിച്ച ഓയിലാണ് ലിവർ ഫ്രൈ ആയി വന്നിരിക്കുന്നത്. നമുക്കിത്
പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. ലിവർ ഫ്രൈ അങ്ങ് റെഡി ആയിട്ടുണ്ട്. ഞാൻ ട്രൈ ചെയ്യാണ്. നന്നായിട്ടുണ്ട്. അതിനെ ലിവർ ഇഷ്ടപ്പെടുന്ന എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഓക്കെ.